നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുദേവ് CP ശാന്തിപ്രസാദ് അവർകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള 1-2 സെഷൻസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അതെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത സബ്ജക്ട്സ് ആയിരുന്നു. അതായത് ശൂന്യത, അതുപോലെ തന്നെ പൂർണ്ണത. ഈ 2 വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന ആ 2 സങ്കേതങ്ങളിലിടയിലായിരുന്നു നമ്മുടെ യാത്ര കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതിനുശേഷം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം യാതൊരു പ്ലാനിങ്ങും ഇല്ല. ആക്ച്വലി എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ എത്തുന്നതെന്നോ യാതൊരു ധാരണയില്ല. എന്തായാലും നമ്മൾ ആ ഒരു ഡിസ്കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 1 വർഷം? അത് യാത്രയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അത് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു എനിക്ക്. എന്നാൽ കുറേ സമയം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ തണുപ്പുള്ള രാജ്യമല്ലേ, അതെ അതെ. അപ്പൊ പിന്നെ വലുതായിട്ട് കറങ്ങാനൊക്കെ ഉള്ളൊരു മനസ്സ് വരത്തില്ല. അങ്ങനെയൊക്കെ പോയി. ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കൊള്ളാമായിരുന്നു. കാരണം അവിടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. ഒരു ഇന്റൻസ് ആയിട്ട് ഈ കുണ്ടലിനി യോഗത്തിനെ കുറിച്ച് നോക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം ആ ഗ്രൂപ്പിനോട് ചേർന്ന് വളരെ ഇന്റൻസ് ആയിട്ട് അത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തി. കുറെയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പോകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. 4 മാസമായിട്ട് നിന്നിരിക്കുക. സ്വീഡനിലല്ലേ? അപ്പൊ അവിടെ പൊതുവെ എങ്ങനെയാണ് ആളുകളുടെ ഒരു റിലീജിയസ് ആസ്പെക്റ്റുകളും അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ റിലീജിയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. അത് നമുക്ക് കുറച്ച് സർപ്രൈസിങ് ആണ്. ഈ വളരെ സെക്കുലർ ഒരു രാജ്യമാണ്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും സെക്കുലർ ഒരു രാജ്യമാണ്. പിന്നെ ഈ ആളുകൾക്ക് അങ്ങനെ ഒരു റിലീജിയസ്, ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഏത് റിലീജിയൻ, ആര്, എന്ത്, അങ്ങനെ ഉള്ള ഒരു കാര്യമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകുന്നു. അവർക്ക് പക്ഷേ സ്പിരിച്വലായിട്ട് ഡീപ്പായിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കണമെന്നൊരു ടെൻഡൻസി ഈ പുതിയ ജനറേഷനുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ ചർച്ചിലൊക്കെ പോകുന്ന ആളുകളില്ല. പിന്നെ ചർച്ചസൊക്കെ പിന്നെ എന്താണ് ഒരു ഈ മ്യൂസിക്കിൻ്റെ ഒക്കെ സ്ഥലങ്ങളായി മാറും. വലിയ കൺസേർട്ടുകളൊക്കെ നടക്കുന്നത് ചർച്ചകളിലാണ്. ആളൊഴിഞ്ഞു. അത് യൂറോപ്പിൽ പൊതുവേ പൊതുവേ. പിന്നെ ഈ ഒരുപാട് ചർച്ചുകൾ ആളില്ലാതെ അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ പലതൊക്കെ വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്നു. എന്നും പറഞ്ഞ ആളുകൾ സ്പിരിച്വൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ അന്വേഷണം ഒരു ഡീപ്പായിട്ട് അന്വേഷിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ റിലീജിയസ് ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ ഒരു ഓറിയന്റേഷൻ അവർ നോക്കുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ശരിക്കുള്ള കൾട്ട് എന്തായിരുന്നു ആക്ച്വലി ഹോളണ്ടിന്റെ? അവിടെ ഈ നമ്മുടെ ആ മെഡീവൽ പീരീഡിലൊക്കെ ഈ റിഫോർമേഷൻ മൂവ്മെന്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറെ കൂടെ ഫ്രണ്ട്ലിയാണ്. നല്ല രസകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞ സമയങ്ങൾ. അപ്പൊ അവരുടെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് അവിടെ എന്തായിരുന്നു ഈ പാഗനിസം എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. നോർഡിക് റിലീജിയൻ എന്ന് പറയുന്നത് കുറെ നമ്മുടെ പഴയ ഗ്രീക്ക് ദേവതകളൊക്കെ ഇല്ലേ, അതേപോലെ ഇവരുടേതായ കുറെ ദേവതകളും അവരുടെ ആരാധനയും അങ്ങനെയായിരുന്നു അത് പോയത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഈ 1000 years ഓഫ് ക്രൂസൈഡ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തതാണ്. ആളുകൾക്ക് കൺവേർഷൻ മാത്രമേ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ, അതല്ലെങ്കിൽ മരണം. അങ്ങനെ ആ ക്രൂസൈഡ് എന്ന് പറഞ്ഞ ആ പീരീഡിൽ ഭയങ്കരമായിട്ട് കൺവേർഷൻ നടന്നു. സമാധാനത്തിന് സമാധാനത്തിന്റെ കുരിശുദ്ധങ്ങൾ അങ്ങനെയാണ് അത് വന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെ ചർച്ചസ് ഒന്നും വലിയ ഒരു പ്രോമിനൻസ് ഇല്ല. ആളുകൾ അവരുടെ ജീവിതം നടത്തിക്കൊണ്ട് പോകുന്നു. അവരുടെ ഗ്യാതറിങ്ങളിലൊക്കെ അവർ ഇത്തരം സബ്ജക്റ്റുകൾ സംസാരിക്കുന്നു. നല്ലൊരു ഇതാണ് നമുക്ക് സെക്കുലർ രാജ്യം. പിന്നെ ഈ പാഗൻ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വർഷിപ്പുകൾ? പഴയ റിമൈൻസ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. അത് വളരെ മുമ്പേ ആണല്ലോ. പിന്നെ എന്നാലും ചർച്ചുകളുടെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഗ്രന്ന എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചർച്ചുണ്ട്. അതിന് വളരെ വിശേഷപ്പെട്ടാണ്.
അവിടുത്തെ ജീസസിനെ അവർ ആ സ്കൾപ്ചർ ക്രൂസിഫൈഡ് ആയിട്ടുള്ള ജീസസിന്റെ സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ ഇങ്ങനല്ലേ അതെ അതെ നിൽക്കുന്നത്, ഇത് ഇങ്ങനെ നിൽക്കുക വന്നോ എല്ലാരെയും റിസീവ് ചെയ്യുന്ന ഒരു ഫോമിലേക്കാണ് അത് മാറിയിരിക്കുക. അങ്ങനെയൊക്കെ അവരുടെ തിങ്കിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം ചർച്ചസിൽ. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടോ? മീൻസ് അവരുടെ അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ ഈ നോർമൽ സംസാരത്തിനിടയ്ക്ക് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു രസകരമായ സംഭവം ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ ആദ്യകാലത്ത് അവിടെ ചെല്ലും, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ ചർച്ചിൽ ചെന്നു. എന്നിട്ട് തുറന്നകത്ത് കയറാം എന്നും പറഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നും തുറന്നില്ല. വലിയ ഡോറൊക്കെയാണ്, പിടിച്ചിട്ടൊന്നും തുറന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തിരിക്കാം, അല്ലാതെ അകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പം വളരെ മനോഹരമായിട്ടാണ് ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ അവിടെ വെളിയിലിരുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ അവിടെ പോയി ഇരുന്നു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രായമായ ഒരു സ്ത്രീ അവിടെ വന്നു. അപ്പം ഞാൻ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഒരു ഷാഡോ ഇങ്ങനെ മാറിയതാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു തുറന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ എന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചർച്ചിൻ്റെ നടയിൽ വന്നിരുന്ന് എന്തോ ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം, ഒരു ക്യൂറിയോസിറ്റി ലെവൽ അവിടെ ഇരുന്നു. കണ്ണു തുറന്നു. ഞാനിവരെ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ്, പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നമസ്തേ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ചർച്ചിനകത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 3 ദിവസത്തിന് മുമ്പേ വന്നതാണ്, ഞാനത് പിടിച്ചു തുറക്കാൻ നോക്ക് ദ ഡോർ വിൽ ബി ഓപ്പൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്ക് ചെയ്തില്ല, പിടിച്ചതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും തുറക്കാത്തത്. ഇപ്പോൾ ഇനി ഞാൻ അകത്ത് വരണമെങ്കിൽ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ അകത്ത് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി അവർ. എന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ചർച്ചിനകത്ത് പോയി എല്ലാം കൊണ്ടുവന്ന് കാണിച്ച് അവിടെ അതിനകത്ത് തന്നെ കേക്കും ചായയും ഒക്കെ എനിക്ക് തന്നു. കുറേ നേരം നമ്മൾ ഇരുന്നിട്ട് ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, റിലീജിയൻ അല്ല സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരം കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡായപ്പോൾ അവർ പറഞ്ഞ് ഇറ്റ് വിൽ ടേക്ക് അനദർ 100 years ഫോർ എ സ്വീഡിഷ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് മീനിങ് ഓഫ് വാട്ട് യു ഹാവ് സെഡ്. അതെനിക്ക് മനസ്സിലായില്ല, എൻ്റെ തുടക്കമല്ല ഇത് എന്താണിതെന്ന് എനിക്കത് ശരിക്കും മനസ്സിലായി. എങ്കിലും എനിക്കതൊരു കൊള്ളാൻ ഇങ്ങനൊരു കാര്യം പറയുന്നല്ലോ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും അപ്പം ഞാൻ അവിടെ എൻ്റെ മിസ്സസിൻ്റെ റെസ്റ്റോറൻറ്റ് കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഈ ഓപ്പൺ ഗാർഡനിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വന്നു. കൂടെ ഒരു ജേർണലിസ്റ്റും ഒരു ക്യാമറമാൻ. അവരവിടെ വന്ന് ക്യാമറയൊക്കെ വെച്ച് എൻ്റെ പടങ്ങൾ ഇങ്ങെടുക്കാൻ. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജേർണലിസ്റ്റാണ് ഇതെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ കുറച്ച് സംസാരിച്ചു. അപ്പം ഞാൻ ഈ ലാസ്റ്റ് സപ്പറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, കഥയൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അത് ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പം ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം പേപ്പറിലൊരു ന്യൂസ്, ഇന്ത്യൻ ഫിലോസഫർ വിസിറ്റിംഗ് സ്വീഡൻ. ഇല്ല, ഒരു വലിയ പബ്ലിസിറ്റി. ആ ചർച്ചിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ആ ചർച്ചിന് നടയിൽ പോയിട്ട് ഞാൻ ചുമ്മാ ഒറ്റ ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതങ്ങനെ ഒരു പബ്ലിസിറ്റി അവിടെ ആകസ്മികമായി വന്നു. അന്ന് കറുത്ത മുടിയാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടുത്തെ ഒരു ചർച്ച ഒരു വലിയ സപ്പോർട്ടിങ് സംഭവമായിട്ട് അങ്ങ് മാറി.